മലപ്പുറം ജില്ലയിൽ അരീക്കോട്, ഊർങ്ങാട്ടിരി, പുൽപ്പറ്റ, എടവണ്ണ, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന കാവനൂർ ഗ്രാമപഞ്ചായത്ത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ്. വ്യാവസായികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്ത് ചെറുകിട സംരംഭ വിപണിയിലെ കിടമത്സരങ്ങളിലൊന്നും ഇനിയും സാന്നിധ്യം അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാർഷിക മേഖലയിലും പറയത്തക്ക നേട്ടങ്ങളൊന്നും കാവനൂർ പഞ്ചായത്തിന് അവകാശപ്പെടാനില്ല. കാർഷിക രംഗത്തെ പുരോഗതിക്കായി യാതൊരു പദ്ധതിയും ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കാത്തതിനാൽ ഓരോ വർഷവും തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിലും നെൽകൃഷിയുടെ കാര്യത്തിലും കാവനൂർ പിന്നോക്കം പോയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും പൊതുമരാമത്ത് മേഖലയിലും ഈ നാട് ഏറെ വികസനം ആവശ്യപ്പെടുന്നുണ്ട്. തദ്ദേശീയമായ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഭരണസമിതിയാണ് കാവനൂരിന് വേണ്ടത്. ഭവനമെന്നത് ഏതൊരു കുടുംബത്തിന്റെയും സ്വപ്നമാണ്. സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ആഗ്രഹമില്ലാത്ത ഒരാളുമുണ്ടാവില്ല. ദരിദ്രജനങ്ങൾ ഏറെയുള്ള കാവനൂർ ഗ്രാമപഞ്ചായത്തിലും വീടെന്ന സ്വപ്നം പൂവണിയാൻ കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങളാണുള്ളത്. ഞാൻ താമസിക്കുന്ന പെരയാണിത്. 5 കൊല്ലമായി എനിക്ക് പെര വാസമായിട്ട്. എപ്പോൾ ചെന്ന് പറഞ്ഞാലും പറയും തരാന്ന് പറയും, തരുന്നില്ല. 85 വയസ്സിൻ്റെ മോളുണ്ട് എൻ്റെ അമ്മക്ക്. ഒരു ബാത്റൂം ഔത്തില്ല. പാത്രം വെച്ച് കൊടുക്കണം എൻ്റെ അമ്മക്ക്. ഒരു വന്ന് പറയും ഇതാ വരുന്നു പെര തരുന്നില്ല. 5 കൊല്ലമായി ഇടതുപക്ഷം ഇത് ഭരിച്ചണ്. ഒരൊക്കെ പറയും തരുന്നുണ്ട് ഒരു പറയുള്ളൂ, ഞങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് പെര കിട്ടണം. ഇത്തരം കുടുംബങ്ങളുടെ കണ്ണീര് കാണാൻ നിലവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വെറും 21 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. ഇതിന് തൊട്ടുമുമ്പത്തെ UDF ഭരണസമിതി 5 വർഷത്തിനിടെ 500 വീടുകളാണ് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയത്. ഈ ലൈഫ് എന്ന് പറഞ്ഞ വീട് കിട്ടിയതിനാകെ പഞ്ചായത്തിൽ 21 ആൾക്കാണ് അന്ന് നമുക്ക് ഫസ്റ്റ് പാസ്സായത്. അതിൽ 2 SCയും 19 ജനറലായിട്ടാണ് കിട്ടിയത്. അതിനുശേഷം പിന്നെ ലിസ്റ്റ് വന്നു എന്നല്ലാതെ ആർക്കും ഈ റേഷൻ കാർഡിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഈ വീട് കിട്ടുന്ന ആളുകൾക്ക് റേഷൻ കാർഡ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല ആളുകളും അർഹതപ്പെട്ട പലർക്കും വീട് ഇന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങളെ ബോർഡിൻ്റെ സമയത്തൊക്കെ പഞ്ചായത്തിൻ്റെ വിഹിതമായിട്ട് വകയായിട്ട് ഞങ്ങൾ വീട് കൊടുത്തിട്ടുണ്ട്. ഇരു ഭരണസമിതികളുടെയും ഭരണ നേട്ടങ്ങൾ എളുപ്പത്തിൽ വിലയിരുത്താൻ ഈ കണക്കു മാത്രം മതിയാവും. ഇന്ന് പഞ്ചായത്ത് പരിധിയിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. 3 പ്രീ പ്രൈമറി സ്കൂളുകൾ, 5 പ്രൈമറി സ്കൂളുകൾ, 3 UP സ്കൂളുകൾ, 4 ഹൈസ്കൂളുകൾ, 7 എയ്ഡഡ് സ്കൂളുകൾ, ഒരു അൺഎയ്ഡഡ് സ്കൂൾ, BEd കോളേജ്, ITI തുടങ്ങിയവ കാവനൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഹൈസ്കൂൾ പോലുമില്ലാതിരുന്ന കാവനൂരിൽ ഇന്നുള്ള 4 ഹൈസ്കൂളുകൾ കൊണ്ടുവരാൻ UDF ഭരണസമിതിക്ക് സാധിച്ചുവെന്നത് വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച നേട്ടമാണ്. ഇളയൂർ ഹൈസ്കൂൾ, ഇളയൂർ യത്തീംഖാന ഹൈസ്കൂൾ, ഇരിയറ്റി CH മുഹമ്മദ് കോയ ഹൈസ്കൂൾ, വടശ്ശേരി ഹൈസ്കൂൾ, ഇങ്ങനെ 4 സ്കൂളുകളിൽ 3 എണ്ണം ഇന്ന് ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ പല LP സ്കൂളുകളിലും കൂടുതൽ ക്ലാസ് മുറികൾ ആവശ്യമായി വരുന്ന സാഹചര്യമാണുള്ളത്. കാവനൂർ GLPയിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. ക്ലാസ് മുറികളുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കാൻ നിലവിലെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. എയ്ഡഡ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, കാലാനുസൃതമായി ക്ലാസുകൾ കൈകാര്യം ചെയ്യാനുള്ള കമ്പ്യൂട്ടറുകൾ, പ്രൊജക്ടറുകൾ തുടങ്ങിയവയുടെ കുറവുമുണ്ട്. എളയൂർ, വടശ്ശേരി ഹൈസ്കൂളുകളിൽ ആവശ്യമായ ക്ലാസ് റൂമുകൾ ലഭ്യമാക്കാൻ UDF ഭരണസമിതിയുള്ള ജില്ലാ പഞ്ചായത്തിന് സാധിച്ചു എന്നത് കാവനൂരിന് നേട്ടമായി. ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായി കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ചിരുന്ന CH മുഹമ്മദ് കോയ സ്മാരക വിദ്യാഭ്യാസ അവാർഡ്
നിലവിലെ ഭരണസമിതി നിർത്തലാക്കിയത് വിദ്യാഭ്യാസ മേഖലയോടും വിദ്യാർത്ഥി സമൂഹത്തോടുമുള്ള ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നിഷേധാത്മക നിലപാടിന്റെ ഉദാഹരണമാണ്. ഭിന്നശേഷി കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ ആവശ്യമായ വിഭാഗത്തിനുമായി പ്രതീക്ഷ ഡേ കെയർ പദ്ധതി ആരംഭിച്ചത് കഴിഞ്ഞ ഭരണസമിതിയായിരുന്നു. കാവനൂരിന്റെ കുട്ടികളിൽ അക്ഷരവെളിച്ചം പകരുന്നതിനും പോഷകാഹാരം ഉറപ്പാക്കുന്നതിനുമായി 38 അംഗനവാടികളാണ് കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്നത്. ഇതിൽ 32 അംഗനവാടികൾക്കുമുള്ള സ്ഥലം ലഭ്യമാക്കിയതും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതും മുൻ ഭരണസമിതിയായിരുന്നു. ഇതിൽ മാതൃകാ അംഗനവാടികളും ഉൾപ്പെടും. ആശ്രയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നായി കാവനൂർ മാറിയതും UDF ഭരണസമിതിയുടെ കാലത്താണ്. ഈ പദ്ധതിയിലൂടെ നിരവധി പേർക്ക് കുടിവെള്ളം, ചികിത്സ, പഠനസഹായം എന്നിവ ഉറപ്പാക്കാനായതും മുൻ ഭരണസമിതിയുടെ എടുത്തു പറയേണ്ട നേട്ടങ്ങളിൽ ഒന്നുതന്നെയാണ്. ഈ ഭരണസമിതിയുടെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മറ്റുമായി നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ഏറ്റെടുത്ത റോഡുകളുടെ സ്ഥിതിയും പരിതാപകരമാണ്. ജില്ലാ പഞ്ചായത്തും MLAയും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾ UDFന്റെ വികസന നേട്ടങ്ങളിലെ പൊൻതൂവലാണ്. സർവരംഗത്തും പരാജയപ്പെടുകയും വികസന കാര്യങ്ങളിൽ മുരടിപ്പ് മാത്രം അവകാശപ്പെടാനുമുള്ള LDFന്റെ കയ്യിൽ നിന്നും കാവനൂരിന് മോചനം ആവശ്യമാണ്. ജനതാൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ നാടിനെ നയിക്കാൻ UDFന് മാത്രമേ സാധ്യമാവൂ എന്ന് നാടും നാട്ടുകാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു.